1,30,00,000 ആളുകൾ വസിക്കുന്ന മുംബൈ ഇന്ത്യയിലെ ഏറ്റവും അധികം ജനസംഖ്യയുള്ളതും ഏറ്റവും ജനസാന്ദ്രതയുള്ളതുമായ നഗരമാണ്. കുറച്ചധികം പ്രത്യേകതകളുള്ള നഗരം കൂടിയാണ് മുംബൈ. സമ്പന്നർ കൂടുതൽ സമ്പന്നരും പാവപ്പെട്ടവർ കൂടുതൽ ദരിദ്രരുമാകുന്ന സന്ദർഭമാണ് നിലവിൽ ഇന്ത്യയിലുള്ളത്. വിലക്കയറ്റം രൂക്ഷമാകുന്നതും സാധാരണക്കാർ ഉപയോഗിക്കുന്ന അടിസ്ഥാന വസ്തുക്കളുടെ വില പോലും വർദ്ധിക്കുന്നതൊക്കെ ഇതിന്റെ ഉദാഹരണങ്ങളാണ്. ഇപ്പോൾ ഇതാ ധാരാവിയിലെ ചേരി പ്രദേശങ്ങളിലെ ജനങ്ങളുടെ അടുത്തേക്കാണ് അടുത്ത പോക്ക്. ഒന്നും അറിയാതെ ദിവസം ജീവിച്ചു പോകുന്ന ജനങ്ങളെ കബളിപ്പിക്കുകയാണ് അദാനിയും മോദിയും കൂടെ ചെയ്യുന്നതെന്നാണ് പറഞ്ഞു വരുന്നത്. ഗൗതം അദാനിയുടെ സ്ഥാപനത്തിന് ധാരാവിയിലെ ചേരി പുനർവികസന പദ്ധതിയുടെ ടെൻഡർ നൽകിയിരുന്നു. ഈ ടെൻഡർ റദ്ദാക്കുമെന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് ശിവസേന നേതാവ് ഉദ്ധവ് താക്കറെ. മുംബൈയെ അദാനി നഗരമാക്കാൻ അനുവദിക്കില്ലെന്നാണ് ഉദ്ധവ് താക്കറെ പറയുന്നത്. മോദിയുടെ ഒരു പ്രവർത്തികളും ഇനി അനുവദിക്കില്ല എന്ന് തന്നെയാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. അദാനിയെയും അംബാനിയെയും കൂട്ടിപ്പിടിച്ച് മോദി സർക്കാർ ഒരിക്കലും സാധാരണക്കാർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നില്ല, ജനങ്ങളുടെ ബുദ്ധിമുട്ടുകൾ പോലും മനസ്സിലാക്കുന്നില്ല എന്ന സന്ദർഭമാണ് ഇന്ത്യയിൽ ഇപ്പോൾ കടന്നു പോകുന്നത്. മഹാരാഷ്ട്രയിൽ തന്റെ പാർട്ടി അധികാരത്തിൽ വന്നാൽ വ്യവസായി ഗൗതം അദാനിയുടെ സ്ഥാപനത്തിന് നൽകിയ ധാരാവിയിലെ ചേരി പുനർവികസന പദ്ധതിയുടെ ടെൻഡർ റദ്ദാക്കുമെന്നും താക്കറെ പറഞ്ഞു. ധാരാവിയിലെ സാധാരണക്കാരെയും ചെറുകിട വ്യവസായികളെയും പിഴുതെറിയാൻ സമ്മതിക്കില്ലെന്നും താക്കറെ പറഞ്ഞു. സാധാരണക്കാരെ ഉന്നം വെച്ചുകൊണ്ട് നടക്കുന്ന ഒരു പരിപാടിയും ഇനി അനുവദിക്കില്ല. ചിലപ്പോൾ ഒന്നും അറിയാത്ത പാവങ്ങൾ എല്ലാത്തിനും സമ്മതം മൂളിയേക്കും. ചിലപ്പോൾ പണം ഉപയോഗിച്ചുകൊണ്ട് സ്വാധീനിക്കുമായിരിക്കും. എങ്കിൽ പോലും അവർക്കെതിരെ ഉണ്ടാകുന്ന പ്രവർത്തനങ്ങൾ അനുവദിക്കില്ല എന്ന് തന്നെയാണ് വ്യക്തമാക്കുന്നത്. നിലവിലെ താമസക്കാർക്ക് ധാരാവിയിൽ തന്നെ 500 ചതുരശ്രയടി വീടുകൾ നൽകുമെന്നും താക്കറെ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ലോകത്തിലെ ഏറ്റവും ജനസാന്ദ്രതയേറിയ നഗരപ്രദേശങ്ങളിൽ ഒന്നായ ധാരാവിയുടെ പുനർവികസന പദ്ധതിയുടെ കരാറിൽ വെളിപ്പെടുത്താത്ത അധിക ഇളവുകൾ അദാനി ഗ്രൂപ്പിന് നൽകിയിട്ടുണ്ടെന്നും താക്കറെ ആരോപിച്ചു. ചേരി പുനരധിവാസ പദ്ധതിയുടെ മറവിൽ ഭൂമി ഏറ്റെടുക്കാൻ ശ്രമിക്കുകയാണെന്നും താക്കറെ കുറ്റപ്പെടുത്തി. ഈ ടെൻഡറിന്റെ പുറകിൽ എന്തെല്ലാം ഉണ്ടെന്നും പറയാൻ പറ്റുകയില്ല. ഭൂമി ഏറ്റെടുക്കാൻ ശ്രമിക്കുകയാണെന്നാണ് താക്കറെ ആരോപിക്കുന്നത്. അത്തരത്തിലുള്ള എന്തെങ്കിലും പ്രവർത്തനങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ അത് ധാരാവിയിലെ ചേരി പ്രദേശത്ത് ജീവിക്കുന്നവർക്ക് കൂടുതൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും. ഇപ്പോൾ അതിനു നേരെ ശബ്ദം ഉയർത്തിയില്ലെങ്കിൽ നാളെ അത് അവിടെയുള്ള ജീവിതങ്ങൾക്ക് തന്നെയാണ് പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നത്. മോദിക്ക് മുമ്പിലുള്ള വെല്ലുവിളിയായി തന്നെ ഉദ്ധവ് താക്കറെ മാറുമെന്ന് നിസ്സംശയം പറയാൻ സാധിക്കും.